ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ മത്തങ്ങ ഉപയോഗിച്ച് ഫെർമെൻറ്റേഷൻ ഒന്നും ചെയ്യാതെ തന്നെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന അടിപൊളി ടേസ്റ്റിലുള്ളൊരു ദോശയുടെ റെസിപ്പിയാണ്. ഇൻസ്റ്റൻ്റായി റെഡിയാക്കുന്ന ദോശയാണെങ്കിലും വളരെ ക്രിസ്പി ആയിട്ട് തന്നെ നമുക്കിത് റെഡിയാക്കാൻ കഴിയും. ഇനി നമുക്ക് റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. ഇതിലേക്ക് 200 ഗ്രാം മത്തങ്ങയാണ് ഞാൻ എടുക്കുന്നത്. ഏത് ടൈപ്പിലുള്ള മത്തങ്ങയും നമുക്കിതിനു വേണ്ടി ഉപയോഗിക്കാം. മത്തങ്ങയുടെ അളവെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. നമ്മൾ എടുത്തു വെച്ച മത്തങ്ങ ക്ലീൻ ചെയ്തതിന് ശേഷം ചെറുതായി മുറിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ എടുക്കുന്നത് മീഡിയം സൈസിലുള്ളൊരു തക്കാളി, ഉണക്കമുളക് 3 എണ്ണം, 1 സ്പൂണ് ചെറിയ ജീരകം, 1/2 സ്പൂണ് ഉലുവ. ഇനി ഇതെല്ലാം നമുക്കൊന്ന് അരച്ചെടുക്കണം. നമ്മൾ അരച്ചെടുക്കുമ്പോൾ മത്തങ്ങയുടെ കുരു കളയേണ്ട ആവശ്യമില്ല, അതും നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. നമ്മളിത് അരച്ചെടുക്കുമ്പോൾ 1-2 പാച്ചുകളായിട്ട് അരച്ചെടുക്കുമ്പോൾ അരഞ്ഞ് കിട്ടാനും ഈസിയാണ്. ഞാനിത് 2 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത്. ഈ ടൈമിൽ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ഉണക്കമുളകും ഉലുവയും ജീരകവും ചേർത്തു. ഇനി ഇതിലേക്ക് നമ്മൾ മുറിച്ചെടുത്ത തക്കാളിയും ടേസ്റ്റിന് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് നമുക്കിതൊന്ന് നന്നായി അരച്ചെടുക്കണം. ഇപ്പം ഇത് നന്നായി അരച്ചെടുത്തു. ഇനി നമുക്കിതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസുകൾ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 2 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് ഞാൻ എടുക്കുന്നത്. പത്തിരിക്കും ഇടിയപ്പത്തിനും എല്ലാം ഉപയോഗിക്കുന്ന നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടിയും 1 കപ്പ് വെള്ളവും ചേർത്തു. ഇനി നമുക്കിതൊന്ന് നന്നായി അരച്ചെടുക്കണം. ഇപ്പം ഇത് നന്നായി അരച്ചെടുത്തു. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളതും അരച്ചെടുക്കാം. ഈ ടൈമിൽ ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്തു. ഇനി നമുക്കിത് അരച്ചെടുക്കാം. ഇപ്പം ഇത് നന്നായി അരച്ചെടുത്തു. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള 1 കപ്പ് അരിപ്പൊടിയും 1 കപ്പ് വെള്ളവും ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കണം. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചതിലേക്ക് ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ദോശമാവ് ഇവിടെ റെഡിയായി. നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുന്ന കട്ടിയിൽ തന്നെ ഈ മാവ് നമുക്ക് കലക്കിയെടുത്താൽ മതി. ദോശ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ചെറുതായി ഒന്ന് ശ്രദ്ധിച്ച് വേണം ദോശ ഉണ്ടാക്കാൻ. ദോശയുണ്ടാക്കാനുള്ള തവ മീഡിയം ചൂടിൽ റെഡിയായി വന്നു. ഇനി നമുക്കിത് കനം കുറച്ച് പരത്തിയെടുക്കണം. ഈ മാവ് കൊണ്ട് നമ്മൾ അധികം പരത്തിയെടുക്കാതെ കട്ടി കൂടിയ ദോശ ഉണ്ടാക്കിയാൽ ടേസ്റ്റ് കുറവാണ്. മത്തങ്ങ ചേർത്ത മാവ് കൊണ്ട് നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോൾ കനം കുറഞ്ഞ ദോശ ഉണ്ടാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മുടെ ദോശ പകുതി വെന്ത് വന്നു. ഇനി ഇതിന് മുകളിൽ അല്പം നെയ്യോ ഓയിലോ ഒഴിച്ചു കൊടുക്കണം. ഇപ്പം നമ്മുടെ ദോശ ഇവിടെ വെന്ത് വന്നു. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ദോശ ഇങ്ങനെ തിരിച്ചിട്ടുണ്ടാക്കിയെടുക്കുമ്പോൾ ദോശ കൂടുതൽ ക്രിസ്പിയായി കിട്ടും. ഇങ്ങനെ 1 മിനിറ്റ് വേവിച്ചെടുത്തതിന് ശേഷം നമുക്കിത് റോൾ ചെയ്ത് പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ദോശ ഇവിടെ റെഡിയായി. വളരെ ടേസ്റ്റിയായൊരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനിയും നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്കെല്ലാം നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം എൻ്റെ സലാം.